എന്തോ ഒരു ചിരിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. നമസ്കാരം. ആ, അതെ. ടിയാന് ശേഷം ചെയ്യുന്ന സിനിമയാണ്, വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസിലുള്ള. ട്രിവാൻഡ്രത്താണ് ഈ സിനിമ നടക്കുന്നത്. ട്രിവാൻഡ്രത്ത് നടക്കുന്ന കഥയാണ് അനന്തൻകാട്. പറഞ്ഞ പോലെ തന്നെ ട്രിവാൻഡ്രത്തിന്റെ പഴയ പേരായിരുന്നു അനന്തൻകാട് എന്നുള്ളത്. അതിൽ ഓരോ ക്യാരക്ടറും എന്തുകൊണ്ട് ഡിഫറെന്റ് ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. ലേറ്റ് 80s തുടങ്ങുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ നാട്ടിൽ നടന്ന കുറച്ച് റിയൽ ഇൻസിഡൻസുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു സ്ക്രിപ്റ്റാണിത്. അപ്പം ഒരു പുതിയ ജനറേഷന് ആ സമയത്ത് എന്തൊക്കെ നടന്നു എന്ന് ഒരു എന്റർടൈനിങ് രീതിയിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കൂടെയാണ്. റൈറ്റിംഗ് നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഹെവി റൈറ്റിംഗ് എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ഈ കഥ പൂർണ്ണമായിട്ട് മനസ്സിലായോ? ഒരു 5 പ്രാവശ്യമൊക്കെ വെച്ച് ഇതിന്റെ അവസാനം, ആദ്യം തൊട്ട് അവസാനം വരെ കഥ എന്താണെന്ന് അറിയോ? ഇല്ല. ജീവിക്കുന്നത് ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു കൺട്രിയിലാണല്ലോ. നമുക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാവാം. ഇപ്പം എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല കെന്നയുടെ അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല ദേവൻ്റെ അഭിപ്രായം എന്ന് വെച്ചിട്ട് ഞാനോ കെന്നയോ ദേവോ ഒന്നും ഇവിടെ ജീവിക്കാൻ ഓക്കെ അല്ലാത്ത ആൾക്കാരാണെന്നുള്ളതില്ല. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് അനന്തൻകാട് എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ എവരെ പ്രിയപ്പെട്ട നിഖില വിമൽ, ദേവ് മോഹൻ ആൻഡ് ശാന്തി ബാലചന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. എന്തോ ഒരു ചിരിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. നമസ്കാരം. ആ, അതെ. ആ, നമസ്കാരം. ഇവിടുത്തെ നമ്മൾക്ക് എല്ലാവർക്കും ഇല്ലേ, ഇവിടെ വന്നിരിക്കുമ്പോ ഇവർക്കൊക്കെ പേടിയായിരുന്നു. നിഖില വിമലുണ്ട്, എന്തോ ഒരു പ്രിൻസിപ്പലിനെ കാണുന്ന ആ ഒരു പേടിയാണ്. ചാനൽ നീയും നിന്റെ ഭർത്താവും കൂടി ഇത് വിൽക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലം. അതെന്ത് ഷാൽബിന്റെ വളരെ പോപ്പുലർ ഒരു ഇന്റർവ്യൂ എന്റെ ആയിരുന്നു. അങ്ങനെയാണ് ഇവര് വലിയ ആൾക്കാർ. അപ്പൊ അവരത് വെച്ച് 5 കൊല്ലം ഒട്ടിക്കുക. അല്ലാതെ ഞങ്ങളുടെ ഹാർഡ് വർക്കിംഗ് കൊണ്ടല്ല അല്ലേ. എനിക്ക് ഷെയർ ചെയ്യ, ഇനി ഇത് കമ്പനിയുടെ ഷെയർ അങ്ങനെ എന്തെങ്കിലും എഴുതി തരാണെങ്കിൽ ഞാൻ എഴുതി തരാം. ഒരു വെള്ള പേപ്പർ എടുക്കട്ടെ, ഞാൻ ആദ്യം ഷെയർ അവിടെ അതെ, ആദ്യം എനിക്കൊരു ഷെയർ കിട്ടുമോ നോക്കട്ടെ. അല്ല, പൊതുവെ എന്താ എല്ലാവർക്കും ഇത്ര പേടി ചേച്ചിനെ? എനിക്കറിയാം മോളെ, എനിക്കറിയാം, സത്യമായിട്ട് അറിയില്ല. അപ്പൊ ഈ അനന്തൻകാട്ടിലേക്ക് വരാം അല്ലെ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആ പേടിയുടെ ഇത്. എന്താണ് അനന്തൻകാട്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഡ്രാമ ഒക്കെ ഇതിലുണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു. സത്യമാണോ? ദേവ്മോഹനോട് ചോദിക്കാം. വളരെ സത്യമാണ്. ഇതൊരു സോഷ്യൽ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. 90s സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ഫിലിമാണ്. പിന്നെ ഇതില് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ഉള്ള പല ആക്ടേഴ്സ് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അനന്തൻകാട്. കൊറേ നാൾ എവിടെയായിരുന്നു? വീണ്ടും തെലുങ്കുലൊക്കെ പോയെന്നൊക്കെ കേട്ടു. മലയാളം വേണ്ട? വേണം വേണം മലയാളം മാത്രം മതി. ശാന്തി പറയുന്നവര് എനിക്ക് ഞാൻ ഓപ്പർച്യൂണിറ്റി നോക്കണമെന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നും രാവിലെ ചെക്ക് ഇൻ കൊച്ചി എന്ന് പറഞ്ഞ അടിച്ചോണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. വേറെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞപ്പോ എന്നെ അല്ല ഉദ്ദേശിച്ചെന്നല്ലേ? അല്ല, തെലുങ്കു കന്നഡയിലൊക്കെ ഇങ്ങനെ പോയി പോയി അഭിനയിക്കുന്നു. തെലുഗുവിൽ ഞാൻ പോയിരുന്നു. പോയപ്പോ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയി, പക്ഷെ പെട്ടെന്ന് വരാൻ പറ്റിയില്ല. കുറച്ച് സമയം അങ്ങനെ അവിടെ പോയി. പിന്നെ ഇപ്പൊ അവിടെ ആക്റ്റീവ് ആയിട്ട് സിനിമകൾ ചെയ്യുന്നു. ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ടീസർ ഇറങ്ങിയപ്പോ എല്ലാവരുടെയും കമന്റ്സ് ഡയറക്ടർ ആൻഡ് റൈറ്റർ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ആൻഡ് നിങ്ങളെ ചേച്ചി അത് തന്നെയാണോ? അത് തന്നെയാണ്. അവരുടെ ഒരു ടീമിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എനിക്കൊന്നും ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മളെ വിളിക്കുമ്പോൾ നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അപ്പൊ അതെന്ത് തരം റോളാണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരിക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് വന്നപ്പം ചെയ്യാം എന്ന് തോന്നി. പിന്നെ ടിയാന് ശേഷം ചെയ്യുന്ന സിനിമയാണ്, വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ. ഇതിലങ്ങനെ ഒരു ഹീറോ ഹീറോയിൻ അങ്ങനത്തെ പരിപാടികളല്ല, കുറെ ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിനെല്ലാം ഒരു ആർക്കും അവരുടെ തന്നെ ഒരു സ്റ്റോറി ലൈനും എല്ലാം ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവർക്കും ഒരു സ്റ്റാർട്ടും ഒരു എൻഡും എല്ലാം ഉണ്ട്. സോ അപ്പൊ അതുകൊണ്ട് ഈ പൊതുവെ മുരളീധരന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റൈറ്റിംഗ് നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഹെവി റൈറ്റിംഗ് എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ഈ കഥ പൂർണ്ണമായിട്ട് മനസ്സിലായോ? ഒരു 5 പ്രാവശ്യമൊക്കെ വെച്ച് ഇതിന്റെ അവസാനം, ആദ്യം തൊട്ട് അവസാനം വരെ കഥ എന്താണെന്ന് അറിയോ?
ഇല്ല. ഇല്ല? അതുകൊണ്ട് തന്നെ മനസ്സിലാവില്ല എന്നത് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങളടുത്ത് ഇപ്പൊ എന്റെ ക്യാരക്ടർ ആണെങ്കിൽ എന്റെ ക്യാരക്ടറിന്റെ ആർക്കും എന്റെ ചുറ്റും ഞാൻ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത്, എന്റെ ഇപ്പൊ കോമ്പിനേഷനുള്ള ആൾക്കാരും അവരുടെ ലൈഫും അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അറിയുന്നത്. അതല്ലാതെ ഒരു ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് ഈ സിനിമയില്. അപ്പൊ ഓരോ ഇൻസിഡൻസും മനസ്സിലാക്കി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സിനിമയാണ്. അപ്പൊ അതിപ്പോ ഞാനിപ്പോ അത് അറിഞ്ഞതുകൊണ്ടും ഇപ്പൊ ആ ക്യാരക്ടർ ഇപ്പൊ ഈ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ചെയ്യാൻ ഇതൊന്നും അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഇല്ല. ഓക്കെ. കാരണം അത് വലിയ സിനിമ ആയതുകൊണ്ട്. വലിയ സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നല്ലൊരു പീരിയഡ് ഫിലിമാണ്. പല സ്ഥലത്ത് പല സമയങ്ങളിൽ നടക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്റേതാണ് എന്റെ അടുത്ത് മാത്രം നോക്കിയാൽ പോയാൽ മതിയല്ലോ. അത് ഈ പറഞ്ഞ പോലെ മുരളിച്ചേട്ടനോടുള്ള ഒരു വിശ്വാസവും കൂടെ ഡെഫിനറ്റ്ലി അതിനകത്തുണ്ട്. എല്ലാ സിനിമകളും അങ്ങനെ ചെയ്യും എന്നുള്ളതല്ല, പക്ഷെ അത് നമുക്കും കൂടെ അങ്ങനെ ഒരാളിലൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമ്പോ അങ്ങനെ ഒരു സിനിമ വരുമ്പോ നമുക്കത് ചെയ്യാൻ തോന്നില്ലേ, അതാണ്. ശാന്തി ചേച്ചി ഒരു റൈറ്റർ ആണ്, ഏത് ടാഗ് ലൈൻ കൊടുക്കണം എന്ന് അറിയത്തില്ല, ആക്ടർ ആണ്. അപ്പൊ മുരളി ഗോപി ആസ് എ റൈറ്റർ എന്തോ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഐ മീൻ നമ്മളെല്ലാരും സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മുരളിച്ചേട്ടൻ എഴുതിയ സിനിമകൾ കണ്ടിട്ടുള്ളവരാണല്ലോ. അപ്പോ അതിന് എപ്പോഴും ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ പോകുന്ന കഥകളല്ല. എല്ലാത്തിനും ഒരു കുറെ ലേയേഴ്സും കുറെ ഡെപ്തും ഉള്ള റൈറ്റിംഗ് ആണ് മുരളിച്ചേട്ടൻ്റെ. പിന്നെ മുരളിച്ചേട്ടൻ്റെ ഡയലോഗ്സ് എല്ലാം ഭയങ്കര ഐക്കോണിക് ആയിട്ട് മാറിയ കുറെ ലൈൻസും ഉണ്ട്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കാവുന്ന ഒരു സിനിമയുടെ ഭാഗമാവുന്ന നമുക്ക് ആക്ടേഴ്സിന് ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. അപ്പോൾ ലൈക്ക് ഷീ സെഡ്, ഇപ്പോൾ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും വലിയ ക്യാരക്ടർ ആണെങ്കിലും അവർക്കൊക്കെ ഒരു ക്ലിയർ ആർക്ക് ഉണ്ടാവും, ആ കഥയിൽ ഒരു പേർപ്പസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു റൈറ്ററിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആസ് ആക്ടേഴ്സ്. പിന്നെ കൃഷ്ണകുമാരേട്ടനും മുരളിച്ചേട്ടനും ചെയ്തിരിക്കുന്ന ഫിലിം ആണെങ്കിലും അത് എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കൃഷ്ണകുമാരേട്ടൻ ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ്, ഭയങ്കര പാഷനറ്റ് ആണ് അബൌട്ട് ഫിലിംസ് ആൻഡ് അബൌട്ട് എവറി ഫ്രെയിം. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ശരിക്കും ഒബ്സർവ് ചെയ്ത് തന്നെ നമുക്ക് കുറെ പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സിനിമയാണ് അനന്തങ്കാട്. ഈ റൈറ്ററിന്റെ ഇത് കിടക്കുന്നുണ്ട്, ഈ കഥ എന്താന്ന് മൊത്തം അറിയാൻ ശ്രമിക്കുക, ആ ഒരു ക്യൂരിയോസിറ്റി ഞാൻ വെയിറ്റ് ജൂൺ 25 സ്ക്രീനിൽ കാണാൻ. സ്ക്രീനിൽ കാണാം. അല്ലാതെ നിങ്ങൾക്ക് ഒരു ആർക്കും അങ്ങനെ വലിയൊരു ഐഡിയ ഇല്ല. കംപ്ലീറ്റ് ഇവർക്കൊക്കെ ഉണ്ട്. ചേട്ടന് 2-3 പ്രാവശ്യം മൊത്തം സ്ക്രിപ്റ്റ് വായിച്ചു തന്നിട്ടുണ്ട്. സോ ആ ഒരു ക്ലാരിറ്റി എനിക്കുണ്ട്. പക്ഷെ മനസ്സിലാവില്ല എന്നൊരു പ്രശ്നമൊന്നുമില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര ലോജിക്കലി ചിന്തിക്കേണ്ട അങ്ങനത്തെ ഒരു സിനിമയല്ല അനന്തങ്കാട്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വളരെ സാധാരണക്കാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. പക്ഷെ എഗെയിൻ അതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ മുരളിച്ചേട്ടന്റെ റൈറ്റിംഗിലുള്ള ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, അതാണ് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഈ അനന്തങ്കാടില്. ഈ അനന്തൻകാട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ പണ്ട് അങ്ങനെയാ പറഞ്ഞിരുന്നേന്ന്, സത്യമാണോ? സത്യമാണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണോ ഇത്? ട്രിവാൻഡ്രത്ത് നടന്ന ഒരു കഥയാണ്. എല്ലാം തല വിളിക്കും. അല്ല, എന്തോ പറയാ മതി, ഇവിടെ ആൻസർ ഉണ്ട്. ട്രിവാൻഡ്രത്താണ് ഈ സിനിമ നടക്കുന്നത്. ട്രിവാൻഡ്രത്ത് നടക്കുന്ന കഥയാണ് അനന്തൻകാട്. പറഞ്ഞ പോലെ തന്നെ ട്രിവാൻഡ്രത്തിന്റെ പഴയ പേരായിരുന്നു അനന്തൻകാട് എന്നുള്ളത്. അതെന്താ ട്രിവാൻഡ്രത്തിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അത് സിനിമ അല്ലേ, എനിക്ക് തോന്നി അവരങ്ങനെ ഇട്ടത്. അല്ല, ഈ പൊതുവെ ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവീസ് ഒക്കെ വരുമ്പോ പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ്, അല്ലെങ്കിൽ അത് പല ഒപ്പീനിയൻ ഉള്ളവരുണ്ടാവും അല്ലെ. പാർട്ട് എ ഉണ്ടാവും, പാർട്ട് ബി ഉണ്ടാവും. അപ്പൊ അങ്ങനെ കോൺട്രവേഴ്സീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വരികയാണെങ്കിൽ നല്ലതല്ലേ? വരികയാണെങ്കിൽ സിനിമയ്ക്ക് ഒബ്വിയസ്ലി നല്ലതാണ്. ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എല്ലാ സിനിമകൾക്കും അങ്ങനെ ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ലതാണ്. വന്നാ നല്ലതാണ്, വന്നില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എന്ന് കൺസിഡർ ചെയ്യാം. അല്ല, ദൈവന് തോന്നുന്നുണ്ടോ ലൈക്ക് ഇതൊരു ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ അല്ല, എല്ലാ സിനിമകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇപ്പോ കക്ഷി രാഷ്ട്രീയമാണ് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ എനിക്ക് അതറിയില്ല. പക്ഷെ ഈ സിനിമയിലെ പൊളിറ്റിക്സ് എന്തായാലും സംസാരിക്കും. അത് എല്ലാ സിനിമയിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോ മുരളിച്ചേട്ടന്റെ ചിലപ്പോൾ മുമ്പത്തെ സിനിമകളിലെ ചുറ്റിപ്പറ്റിയായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന്. പക്ഷെ ഇതൊരു സോഷ്യോ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് കൊണ്ട് 100% നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ സിനിമ ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്, അതെന്തായാലും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്.
പിന്നെ ഈ സിനിമ ഒരു ലേറ്റ് 80s തുടങ്ങുന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ സമയത്ത് നമ്മളുടെ നാട്ടിൽ നടന്ന കുറച്ച് റിയൽ ഇൻസിഡൻസുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണിത്. അപ്പം ഒരു പുതിയ ജനറേഷന് ആ സമയത്ത് എന്തൊക്കെ നടന്നു എന്ന് ഒരു എന്റർടൈനിങ് രീതിയിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കൂടെയാണ്. അപ്പൊ കുറെ ഭയങ്കര മേജർ പൊളിറ്റിക്കൽ ഇവന്റ്സ് നടക്കുമ്പോഴും അതിന്റെ ഇമ്പാക്ട് എപ്പോഴും ശരിക്കും സാധാരണക്കാർക്കാണോ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ഇതെങ്ങനെ ഇന്റർകണക്ട് ആവുന്നു എന്ന് ആണ് കഥയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതില് പലരും ഇതിന്റെ ട്രെയിലറും ടീസറൊക്കെ കാണുന്നത്, സോറി ടീച്ചറാണ് ഇപ്പൊ ഔട്ട് ആയിരിക്കുന്നത്, തമിഴിൽ കാണുന്നവരുണ്ട്, മലയാളം. ഇപ്പൊ പലരുടെയും വിചാരം തമിഴ് മൂവിയാണോ അതോ മലയാളമാണോ, കാരണം അത്രയും കാസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ പല ഭാഷയിലുള്ള എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ആര്യനെ കുറിച്ച് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആര്യൻ നമ്മുടെ മലയാളി ആയിട്ടും കുറെ നാളിന് ശേഷമാണ് ആര്യ വരുന്നത്. സോ ഇവരെല്ലാവരായിട്ടും ഒരുപാട് കാസ്റ്റ് ഉണ്ട്. ഇവരെല്ലാവരും ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ? അല്ല, ഈ സിനിമ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ കാസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇത് 100% തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കഥയാണെന്ന് പറഞ്ഞില്ല, ഇതൊരു മലയാളം സിനിമ തന്നെയാണ്. പക്ഷെ അതിൽ ഓരോ ക്യാരക്ടറും എന്തുകൊണ്ട് ഡിഫറെന്റ് ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. അല്ലാതെ ഇത് എവിടെയോ നടക്കുന്ന അങ്ങനത്തെ ഒരു കഥയല്ല, കൃത്യമായിട്ടുള്ള ഒരു മലയാളം സിനിമയാണ്. പിന്നെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുമായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരു കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ക്യാരക്ടേഴ്സിനായിരിക്കും കൂടുതൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് വാസ് ഫൺ ടു വർക്ക്. നിങ്ങൾക്കൊന്നും അധികം ആരായിട്ടാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ്? എനിക്ക് ദേവും ഇന്ദ്രൻ ചേട്ടനും ഒക്കെ ആയിട്ടായിരുന്നു കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ വലിയ സിനിമ, വലിയ ക്യാൻവാസ് ആണ്, ഒരുപാട് ദിവസങ്ങളെടുത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. എനിക്കൊന്ന് 160 ദിവസം ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. അത്രയും ദിവസം ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ, ഒരു അത്രയും ആൾക്കാരെ ക്രൗഡും ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ അവർക്ക് കുറച്ച് ഹെക്ടിക് ആയിരിക്കണം. പക്ഷെ നമുക്ക് എല്ലാരും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇപ്പൊ എല്ലാരും പറഞ്ഞ വലിയ സിനിമ അല്ലെങ്കിൽ വലിയ ക്യാൻവാസിൽ ഇറങ്ങുന്നത് ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പ്രേക്ഷകരായാലും ഭയങ്കരമായിട്ട് ഹൈപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൂവിലേക്ക് വരുമ്പോൾ ഒരു മാസ് എന്റർടൈൻമെന്റ് ആയിട്ടാണോ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, അതോ ഇത് ശക്തമായ എന്താ പറയാ റിഫ്ലക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ റിഫ്ലക്ഷൻ ആയിട്ടാണോ കാണേണ്ടത്? റിഫ്ലക്ഷൻ ആണ്. വലിയ സിനിമ എന്ന് പറയുമ്പോൾ ഒരിക്കലും എപ്പോഴും ഇൻ ടേംസ് ഓഫ് ബഡ്ജറ്റ് മാത്രമായിട്ട് ചിന്തിക്കരുത്. വലിയ ക്യാൻവാസ് എന്ന് പറയുന്നതും 10,000 ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ആസ്പെക്റ്റിൽ മാത്രമല്ല, ഒരു സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതും അതിന്റെ ചുറ്റുപാടിനെയാണ് നമ്മൾ വലിയ ക്യാൻവാസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പറയുന്നത്, നേരത്തെ ശാന്തി പറഞ്ഞ ഒരു ശക്തമായ ഒരു കാര്യം ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അതാണ് ഒരു വലിയ സിനിമ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്രയധികം അതുകൊണ്ടാണ് അത്രയും ക്യാരക്ടേഴ്സ് ഇതിൽ കൊളാബറേറ്റ് ചെയ്ത് സിനിമ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇപ്പൊ റൈറ്റർ എന്ന നില ഒരുപാട് അവാർഡ്സും കാര്യങ്ങളും, ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു സ്പീച്ച് കണ്ടു. എന്താ പറയാ, ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. കാരണം നമ്മുടെ മലയാളത്തെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരാൾക്ക് റിപ്പോർട്ടർ ഇന്ത്യ അല്ലേ, ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യ. അപ്പം അതിൽ പറഞ്ഞ സ്പീച്ച് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ആലീസിന്റെ ആ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ ഹൗ ഡു യു ഫീൽ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ? എനിക്ക് ആക്ച്വലി ഞാൻ ആ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പോവായിരുന്നു, വിമൻ ഇൻ എന്റർടൈൻമെന്റ് പറഞ്ഞ്. എനിക്ക് അവാർഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഞാൻ അവിടെ ചെല്ലുന്നതിന് ഒരു 3 or 4 days മുമ്പാണ്. ഞാൻ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ അവിടെ ഉണ്ടാവും എനിക്കറിയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മെസ്സേജ് വന്നപ്പോൾ ഐ വാസ് ആക്ച്വലി ഇൻ ദ തിയേറ്റർ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ലൈക്ക് ഐ വാസ് വെരി സ്റ്റൺഡ്. അതും ലോക്കയിൽ വർക്ക് ചെയ്ത എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ സിനിമ കാണാൻ പോയപ്പോഴാണ് ഇത് അറിഞ്ഞത്. ആൻഡ് ഫോർ മീ ഇറ്റ്സ് ഓൾവേസ് ബീൻ അബൌട്ട് ദ ടീം. ഞങ്ങളുടെ ഏറ്റവും പോസിറ്റീവ് ഒരു വർക്കിംഗ് എൻവയൺമെന്റ് ആയിരുന്നു. ഒത്തിരി ടാലന്റഡ് ഗുഡ് ഹ്യൂമൻ ബീങ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റ് ആയിരുന്നു. അപ്പോൾ ചേഞ്ച് മേക്കർ എന്നുള്ളൊരു അവാർഡ് കിട്ടണമെങ്കിൽ ചേഞ്ച് ഇസ് നെവർ എ വൺ പേഴ്സൺ ജോബ്, ഇറ്റ്സ് ഓൾവേസ് എ കളക്റ്റീവ് ദാറ്റ് ഡ്രൈവ്സ് ചേഞ്ച്. അപ്പൊ ആ ടീമിലെ എല്ലാവരും കൺവിക്ഷനോടെ പാഷനോടെ കൂടെയും വർക്ക് ചെയ്തതിന്റെ ഒരു ടോക്കൺ ആണ് എനിക്ക് കിട്ടിയത്. സോ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ലൈക്ക് ഫോർ മീ ഇറ്റ് വാസ് ഓൾ അബൌട്ട് ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ടു ബി പാർട്ട് ഓഫ് എ ഫിലിം ലൈക്ക് ദാറ്റ്, ടു വർക്ക് വിത്ത് എ ടീം ലൈക്ക് ദാറ്റ്. ശരിക്കും ഇറ്റ് വാസ് എ വാം ഇവന്റ് ഓൾസോ. കാരണം ഞാൻ അഡ്മയർ ചെയ്യുന്ന കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. ഷബാന ആസ്ബി മാം ഉണ്ടായിരുന്നു, നന്ദിത ദാസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മള് ആൻഡ് അവാർഡ് എനിക്ക് തന്നത് സോയ അക്തർ ആണ്. സോ സംബഡി ദാറ്റ് ഐ ഹവ് റിയലി ലുക്ക്ഡ് അപ് ടു ആസ് എ ഫിൽം മേക്കർ, ആസ് എ റൈറ്റർ. സോ ഇറ്റ് വാസ് എ മാജിക്കൽ ഈവനിങ് ഫോർ മീ. കാരണം ഞാൻ ദൂരെന്ന് അഡ്മയർ ചെയ്ത കുറെ ആൾക്കാർ, ദേ വർ ഇൻ ദ സെയിം സ്പേസ് ആസ് മീ ആൻഡ് ദേ വർ സോ വാം ആൻഡ് വെൽക്കമിങ്.
So yeah, it's a very special memory for me. എന്തുകൊണ്ട് ശാന്തിന് ബി എന്ന് വിളിക്കാൻ കാരണമല്ല എന്റെ പേര് ശാന്തി ബാലചന്ദ്രൻ എന്നാണ്. അപ്പൊ ഇനിഷ്യൽ ആണ് ബി. എന്റെ ഫ്രണ്ട്സ് എന്നെ ബി എന്നാണ് വിളിക്കുക. അപ്പൊ ശാന്തി ബി എന്ന് വിളിക്കും, ബി എന്ന് വിളിക്കും. അത് കാരണം അതായി പേര്. തേനീച്ചായിട്ട് എന്തെങ്കിലും. പിന്നെ ഐ ഡു ലവ് ഹണി ബീസ് ബിക്കോസ് ദേ ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്രീച്ചേഴ്സ് ഫോർ ഇക്കോളജിക്കൽ ബാലൻസ് ആക്ച്വലി. ആൻഡ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, കമ്മ്യൂണൽ ആണ് അവരുടെ ഹൈവിന്റെ സ്ട്രക്ചറും അവരെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഫോർ മീ I feel a special connection to bee also, പക്ഷെ it happened because of the initial. ഓക്കെ. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്ടമുണ്ടോ ഏതെങ്കിലും ജീവികളെ അങ്ങനെയൊക്കെ? എനിക്കോ? ഇല്ല. ഇല്ല, പെറ്റ് ലവർ അല്ല. ഇല്ല, അതെന്താ? പേടിയാ. പേടിയാണ്. പക്ഷെ പെറ്റുകളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സുകൊണ്ടും ഭയങ്കര പാവങ്ങളാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതെന്താ തിരിച്ച ഉത്തരം പറയുന്നത് ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ് ഒക്കെ. എനിക്ക് പെറ്റുകൾ ഇഷ്ടമാണ്. ആൾക്കാര് പെറ്റ്സിനെ വളർത്തുന്നതൊക്കെ കാണുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പേടിയാ. ഓക്കെ. നിങ്ങൾ ശരിക്കും അങ്ങനെ റൈറ്റർ ആവണം, ഡയറക്ടർ ആവണം അങ്ങനെയൊക്കെ ആഗ്രഹം മനസ്സിലുണ്ടോ? ഇങ്ങനെ ഒളിഞ്ഞു എനിക്ക് കിടക്കുന്നുണ്ടോ? പ്രൊഡക്ഷൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പൊ ഉടൻ തന്നെ ഉണ്ടാവട്ടെ. ചിലപ്പോ. ന്യൂ ഫേസസിനൊക്കെ നോക്കുന്നുണ്ടോ പ്രൊഡക്ഷനില്? ഞാൻ പ്രൊഡ്യൂസർ അല്ല ആവണം, ഞാൻ എന്നാലും എന്താ പ്രൊഡ്യൂസറിനെ റെക്കമെൻഡ് ചെയ്യാലോ. പ്രൊഡ്യൂസ് ചെയ്താൽ മേ ബി യു ഷുഡ് ഓൺലി ആക്ട്. കാരണം ഇറ്റ്സ് ആക്ച്വലി എ ടഫ് ഇൻഡസ്ട്രി ടു സസ്റ്റെയിൻ യുവർ സെൽഫ് ആസ് എ ഫീമെയിൽ ആക്ടർ. കാരണം നമ്മള് ഇച്ചിരി established ആയി എന്ന് കാണുമ്പോഴത്തേക്കും people hesitate to cast you because they are like, oh, they will ask for more money എന്നൊക്കെ പറഞ്ഞ് കുറെ obstacles വരും. അപ്പൊ I think if she starts a production, I think she should cast herself and change that. നീ ഇവിടെ വർക്ക് ചെയ്യുമ്പോ നിനക്ക് പൈസ കിട്ടണല്ലോ, അതുപോലെ. എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ ശാന്തി പറഞ്ഞതോടെ ഞാനൊന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഫീമെയിൽ ആക്ട്രസിനെ ഇപ്പം ഒരു മൂവി കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാനില്ല, കുറച്ച് നാളത്തേക്ക്. ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഫ്രഷ് ഫേസസ് വരുന്നു. അങ്ങനെ ഒരു കാര്യം ഫീമെയിൽ ലീഡ്സിന്റെ കാര്യത്തിൽ നടക്കുന്നതായിട്ട് ചേച്ചിക്ക് തോന്നുന്നു? എനിക്ക് ഭയങ്കര അഭിപ്രായം ഉണ്ട് അതിനെപ്പറ്റി, പക്ഷെ ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാലേ ഞാൻ കുറെ അങ്ങോട്ട് പറയും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾ എടുക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. എനിക്ക് പരിചയമുണ്ടല്ലോ. അതിന്റെ വേണമെങ്കിൽ ഒരു സെന്റൻസ് ഞാൻ പറയാം. ഇറ്റ്സ് ഓക്കെ, I'll be the scapegoat. It's great that നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് പുതിയ ടാലന്റ് വരുന്നത് വളരെ നല്ല കാര്യമാണ്. ഇറ്റ്സ് ബിക്കം മോർ ഓഫ് എൻ ഓപ്പൺ സ്പേസ്, ആക്സസിബിൾ ആണ് കൂടുതൽ. ഇപ്പൊ ഒരു 20 വർഷം മുമ്പ് സിനിമയിലേക്ക് എത്താനുള്ള റൂട്ട്സ് മിനിമൽ ആയിരുന്നു. നമുക്ക് ആരെങ്കിലും പരിചയം ഉണ്ടാവണം, അങ്ങനെ കുറച്ച് പാടായിരുന്നു. ഇപ്പോ കാസ്റ്റിംഗ് കോളും ഒക്കെ ഉള്ളത്, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കാരണം പുതിയ ടാലന്റിനെ ഡിസ്കവർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഫീമെയിൽ ആക്ടേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ സ്റ്റാർ ആക്കാനുള്ള ഒരു സിസ്റ്റം ആക്ച്വലി മലയാളത്തിൽ ഭയങ്കര കുറവ്. മലയാളം അല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും കുറവാണ്. കാരണം ഇറ്റ്സ് യൂഷ്വലി ദ മെയിൽ ആക്ടർ ഹു സീൻ ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഈ ആക്ടറിനെ വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മളൊരു സ്ക്രിപ്റ്റ് ആയിട്ട് ചെന്നാൽ ഇയാൾ ഒരു ബാങ്കബിൾ ആക്ടർ ആയിട്ട് നമുക്ക് പ്രോജക്റ്റ് ഓൺ ആക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഫീമെയിൽ ആക്ടേഴ്സിലേക്ക് വരുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അത് അഗൻസ്റ്റ് ഓൾ ഓഡ്സ് ആണ് അങ്ങനത്തെ ആക്ടേഴ്സ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നയൻതാര എന്ന് പറയുമ്പോൾ നയൻതാര വന്ന ഈ പ്രോജക്ട് ഓൺ ആവും എന്നുള്ളത് ഷീ ഹാസ് ബിൽറ്റ് ഇറ്റ് അഗൻസ്റ്റ് ഓൾ ഓഡ്സ്. അപ്പൊ ഒരു ഫീമെയിൽ ആക്ടറിനെ സ്റ്റാർ ലെവലിലേക്ക് എത്തിക്കാനുള്ളൊരു സിസ്റ്റം ഇതിന്റെ സപ്പോർട്ട് കുറവാണ്. അപ്പോ ഇഫ് എനിബഡി ഹസ് അച്ചീവ് ദാറ്റ്സ് ആഫ്റ്റർ എ ലോട്ട് ഓഫ് സ്ട്രഗിൾ. അപ്പം ഫ്രഷ് ടാലന്റ് വരുന്നത് വളരെ നല്ല കാര്യമാണ്. ഡിസ്കവറി ഇസ് ഗ്രേറ്റ്, ദ ആക്സസ് ഇസ് ഗ്രേറ്റ്, ബട്ട് അതിന്റെ റീസൺ ഷുഡ് നോട്ട് ബി ജസ്റ്റ് ടു ജസ്റ്റ് ഈ എക്കണോമിക്സ് മാത്രമായിരിക്കരുത്. ഇപ്പം എല്ലാരും പറയും മോസ്റ്റ്ലി ഇവിടെ കാസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്നത് പോലെ നമ്മൾ കുറച്ച് 2-3 സിനിമകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ എക്കണോമിക്സ് ഒരു പ്രശ്നമാണ്. അപ്പം പുതിയ ആൾക്കാരെ അതിനു വേണ്ടി നിങ്ങൾ കൊണ്ടുവരരുത് എന്നാണ് പറയണത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അവർ ടാലന്റഡ്, അവർ നിങ്ങൾക്ക് കറക്റ്റ് ആണ്, അവർ നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്നുള്ളപ്പോൾ നിങ്ങൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് കുഴപ്പമില്ല. അതർവൈസ് അത് ഇവർക്ക് ബെനിഫിഷ്യൽ ആണ്. വരുന്ന കുട്ടികൾക്ക് സംബന്ധിച്ച് അത് ചിലപ്പോൾ അത്രയും ബെനിഫിഷ്യൽ അല്ല. കാരണം അവര് വരികയും ചെയ്യും, പിന്നെ ഇവിടെ എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു സ്പേസ് വരും. കാരണം ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പോലും നമുക്കും ഡിഫിക്കൽട്ടാണ് ഈ സ്പേസ്. എപ്പോഴും നമുക്ക് വരുന്നതും നല്ല സ്ക്രിപ്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റുന്നതൊക്കെ ഡിഫിക്കൽട്ടാണ്. അപ്പം നിങ്ങൾ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ നിങ്ങൾ അതും കൂടെ ആലോചിച്ചിട്ടാണ്
വരണ്ട. നിങ്ങൾ വന്നൊരു സിനിമ ചെയ്യാനായിട്ട് വരരുത്. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ അതൊരു നിങ്ങളുടെ കരിയർ ആയിട്ട് കണ്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വരുന്നത് ആക്ച്വലി ഇൻഡസ്ട്രിക്കും നല്ലതാണ്, നിങ്ങൾക്കും നല്ലതാണ്. ഓക്കെ. ഇപ്പം അതുകൊണ്ട് തന്നെയാണോ ഒരു റൈറ്റർ എന്നൊരു ടാഗ് ലൈൻ അത് ആഗ്രഹമുള്ളതാണോ അതോ ഒന്ന് മാറി ചിന്തിക്കാമെന്ന് തോന്നിയിട്ട് ആ ഒരു ടാഗ് ലൈൻ സ്വീകരിച്ചതാണോ? അങ്ങനെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു ഡിസിഷൻ ആയിട്ടല്ലായിരുന്നു. ഞാൻ പണ്ട് മുതലേ എനിക്ക് എഴുത്തിനോടും അഭിനയത്തിനോടും എല്ലാ ക്രിയേറ്റീവ് മേഖലകളിലും താല്പര്യമുള്ള ഒരാളായിരുന്നു. എഴുത്ത് ഓണസ്റ്റ്ലി സ്ക്രിപ്റ്റിംഗ് ആയിട്ട് ഓണസ്റ്റ്ലി തുടങ്ങിയത് തരംഗം റിലീസ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വർക്കിലായിരുന്നു. കാരണം തരംഗം വാസ് നോട്ട് എ ഹിറ്റ്. അപ്പോൾ ഇതും ഒരു ഫാക്ടറാണ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഒരു സിനിമ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്തത് ഭയങ്കര ഒരു സൂപ്പർ ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾക്ക് വരുന്ന ഓഫേഴ്സിന്റെ ക്വാളിറ്റി വേറെ ആയിരിക്കും, ആൻഡ് ക്വാണ്ടിറ്റിയും വേറെ ആയിരിക്കും. അപ്പൊ ഈ പിന്നെ വരുന്നതെന്നല്ലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം എനിക്ക് കുറെ ഗ്യാപ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്ത സിനിമകൾ മിക്കതും കമേഴ്ഷ്യലി സക്സസ്ഫുൾ പടങ്ങളല്ല ആസ് എൻ ആക്ടർ. അപ്പൊ കമേഴ്ഷ്യൽ സക്സസ് എന്താണെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തത് ലോകയിലൂടെയാണ്, ബട്ട് ഇൻ എ ഡിഫറെന്റ് കപ്പാസിറ്റി. ആൻഡ് ഫോർ മീ അപ്പോൾ ആ തരംഗത്തിന്റെ ആ പോസ്റ്റ് റിലീസ് അങ്ങനെ നല്ല വർക്ക് വരുന്നില്ല, വെറുതെ ഒന്നൊരെണ്ണം ചെയ്യാൻ ഉള്ളൊരു മൂഡും ഇല്ല. ആ സമയത്ത് ഡൊമിനിക്കും ഞാനും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ഡിസ്കവർ ചെയ്തത് ദാറ്റ് വി ആർ ഗുഡ് ആസ് റൈറ്റിംഗ് പാർട്ട്നേഴ്സ്. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്തു, ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ ഓണായി, പിന്നെ ലാസ്റ്റ് മിനിറ്റ് പോയി. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് ലോകയാണ് ഓൺ ആയത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു അതൊരു ഡിസിഷൻ ആയിട്ട് എടുത്തല്ല. എനിക്ക് എപ്പോഴും റൈറ്റിങ്ങിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് ഓൾസോ ദ സർക്കംസ്റ്റാൻസസ്. എനിക്ക് കുറെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു തരംഗം കഴിഞ്ഞിട്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ ഇപ്പം ദേവ്മോഹനെ എടുത്തു നോക്കുമ്പോൾ സുഫി സുജാത എന്ന് പറഞ്ഞ ഒരു മൂവി ഭയങ്കര ഹിറ്റ് ആയതും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമ്മളെല്ലാരും വിചാരിച്ചു ഇനി കൺസിസ്റ്റൻസി ആയിട്ട് ദേവിന്റെ പ്രസൻസ് ഉണ്ടാവും, മലയാളത്തിലുണ്ടാവും, നല്ല നല്ല പ്രൊജക്ട്സിന്റെ ഭാഗമാകും. അപ്പൊ എനിക്ക് ഇതിൽ പെട്ടെന്ന് കണക്ട് ആയതാണ്. ആൻഡ് ദേവ് പിന്നീട് പെട്ടെന്ന് തെലുങ്കിലേക്ക് പോകും, അല്ലെങ്കിൽ കുറച്ച് അതിന്റെ അത്രയും, കാരണം നമ്മൾ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്തു വെക്കുമ്പോൾ പിന്നെ എല്ലാരും നോക്കുന്നത് ആ ഒരു ക്യാരക്ടർ വെച്ച ഒരു കമ്പാരിസൺ ആയിരിക്കും. അപ്പം അതെങ്ങനെയാ ഫേസ് ചെയ്തത്? അല്ല, എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഈ തെലുഗു സിനിമ വന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കണ്ടുള്ളൂ. സോ സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമുക്ക് വേറെ ഇൻഡസ്ട്രി അറിയാൻ പറ്റുന്നു, വേറെ സെറ്റ് ഓഫ് ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റുന്നു, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതിന് കൊടുക്കുന്ന ഒരു ടൈം ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞാൻ ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു സിനിമയോട് കമ്മിറ്റ് ചെയ്തു. സോ അത് രണ്ടും കഴിഞ്ഞു വരാനായിട്ടൊരു വലിയൊരു സമയം മാറ്റി വെക്കേണ്ടി വന്നു. പിന്നെ വൺസ് യു ആർ ഇൻ എ പെർട്ടിക്കുലർ ഗെറ്റപ്പ്, വേറെ ഏത് സിനിമ വരുമ്പോഴും നമ്മൾ അവരോട് പറയുമല്ലോ ഞാൻ ഇനി ഫ്രീ ആവാൻ ഒരു 6 മാസം കഴിയും, അല്ലെങ്കിൽ ഒരു 8 മാസം കഴിയും. അത് ഇപ്പൊ ഒരു ഇനീഷ്യൽ ഒരു ബിഗിനർക്ക് അതൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് അല്ല. നിങ്ങൾ സ്റ്റാർ ആയി നിൽക്കുന്ന ഒരു സമയത്ത് 6 മാസം 6 വർഷം വരെ വെയിറ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് ഇൻഡസ്ട്രി ചിലപ്പോൾ നിന്നേക്കാം. പക്ഷെ ഇനീഷ്യൽ പീരീഡിൽ ഒരിക്കലും നമുക്ക് അത്രയും ലോങ് വെയിറ്റിംഗ് ഒന്നും പറയാനായിട്ട് പറ്റില്ല. സോ പീപ്പിൾ ഹാഡ് എ തോട്ട് ലൈക്ക് പുള്ളി അവിടെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ഫോക്കസിന്റെ അല്ല, ആ ഇൻഡസ്ട്രി റൺ ചെയ്യുന്ന രീതി അത്. അപ്പൊ നമ്മൾ അതുമായിട്ട് പോകാനേ പറ്റുള്ളൂ. വൺസ് യു ആർ കമ്മിറ്റഡ്, പിന്നെ നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി എന്തായാലും നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യണം. സോ അതാണ് ഉണ്ടായത്. പിന്നെ കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ അഗെയിൻ, ഒരു ഭയങ്കര ക്യാരക്ടർ സക്സസ്ഫുൾ ആവുമ്പോൾ അതിനേക്കാൾ വേറെ രീതിയിൽ സക്സസ് ആവുന്ന മറ്റു ക്യാരക്ടേഴ്സ് വരുമ്പോഴായിരിക്കും ഈ പറയുന്ന ബാലൻസും, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക അവസാനം ചെയ്ത ക്യാരക്ടർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആലോചിക്കേണ്ടതെന്നാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ ആഗ്രഹം അതാണ്. പക്ഷെ അത് എപ്പോഴും സംഭവിച്ചോളുന്നില്ല. പിന്നെ അഗെയിൻ അതുപോലെയുള്ള സിനിമകൾ വരണം. ഇപ്പോ അനന്തൻകാട് വന്ന പോലെ, അല്ലെങ്കിൽ ബാക്കി ഞാൻ ചെയ്ത സിനിമകൾ വരുന്ന പോലെ, ദാറ്റ് ഹാസ് ടു ഹാപ്പൻ. പിന്നെ അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സമയം ഒരു 2.5 വർഷത്തോളം അവിടെ പോയത് ഇറ്റ് വാസ് എക്സ്പീരിയൻസ്. പക്ഷെ മലയാളത്തിൽ അതൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് ഇറങ്ങുന്ന ഈ അനന്തൻകാട് ഇനി അടുത്തത് സംസാര വിഷയമാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അതൊരു പുതിയൊരു ഷെയ്ഡാണ് ഈ ക്യാരക്ടറിന്. അപ്പോ റൈറ്റേഴ്സിനും മേക്കേഴ്സിനൊക്കെ അങ്ങനെയും ചിന്തിക്കാം ചിലപ്പോ അവര് ഫ്യൂച്ചറിലൊക്കെ ഇന്ന ക്യാരക്ടറിന് അത് കാണുമ്പോഴല്ലേ അവർക്കും ഒരു ഐഡിയ കിട്ടുള്ളൂ. സോ നമ്മൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആസ് ആൻ ആക്ടർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം. ഇവരുടെ രണ്ടുപേരുടെ കോള് വന്നപ്പോ എങ്ങനെയായിരുന്നു? ഷോക്ക് ആയി പോയത്? കാരണം ടിയാന് ശേഷം ചെയ്യുന്നു, ഒരു ബിഗ് ബ്രാൻഡ് നെയിംസ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോള് വന്നപ്പോ എന്തൊക്കെ ഇമോഷൻസ് പെട്ടെന്ന്? എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൃഷ്ണകുമാരേട്ടന്റെ ഒരു പടം ടിയാന് ശേഷം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇമീഡിയറ്റ്ലി ഞാൻ ചേട്ടനെ മീറ്റ് ചെയ്തു. അപ്പൊ ടിയാൻ എനിക്ക് തിയേറ്ററിൽ മിസ്സായ ഒരു സിനിമയാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം ഒരു 10-20 മിനിറ്റ് ടിയാനെ പറ്റിയാണ് സംസാരിച്ചത്. അതിനെപ്പറ്റി കുറെ നേരം സംസാരിച്ചു. അതിൽ ഓരോ കാര്യങ്ങളും ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. അപ്പൊ അതും രാമോജിയിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത് നമ്മളിങ്ങനെ അനന്തൻകാട്, ഇതിന്റെ മുരളിച്ചേട്ടനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ
ഒരു ഓഫ് കോഴ്സ് നമുക്ക് ഏതൊരു ആക്ടർക്കും വർക്ക് ചെയ്യാൻ അതെ ഇഷ്ടമുള്ളൊരു റൈറ്ററാണ് ചേട്ടൻ. അങ്ങനെ കൃഷ്ണകുമാരൻ അതിന്റെ കഥ പറഞ്ഞു തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ ജോയിൻ ചെയ്തു. പിന്നെ ചേട്ടനാണ് ആ കഥ ഫുൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഓക്കെ സോ അപ്പൊ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് അതിന്റെ ഒരു പാർട്ടാവണം. പിന്നെ അത്രയും വലിയ കാസ്റ്റ് ഇവരെല്ലാരും ഉണ്ട്, അത്രയും വലിയൊരു കാസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള സിനിമകളുടെ ഭാഗമാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മള് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ബിജിഎം ഒക്കെ ചെയ്തിരിക്കുന്ന ഒന്ന് കാന്താരയുടെ തന്നെ അജനീഷാണ്. അജനീഷ് ആണ്. ഒരു കാന്താര എഫക്റ്റ് ഒക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ അനന്തൻ കാടില്? കാന്താര വേറെ ഡിഫറെന്റ് സിനിമയാണ്, പക്ഷെ അജനീഷ് ഇസ് എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. അപ്പൊ അങ്ങനത്തെ നൈസ് പീസ് ഓഫ് വർക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ അപ്പൊ അത് അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾ ഓവർ കാന്താര അല്ലല്ലോ, രണ്ട് സിനിമ. അല്ല കാന്താരയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീജം നമ്മൾ ഇരുത്തുന്ന ടൈപ്പാണ്. സംതിങ് നമുക്ക് എപ്പോഴും നമ്മുടെ ചെവിയിലൂടെ ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ടൈപ്പ് തന്നെയാണോ ഇവിടെ പിടിച്ചിരിക്കുന്നത്? കുറച്ചും ഒരു ഫാന്റസി വേൾഡ് അല്ലേ കാന്താര എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു മ്യൂസിക് ഇത് കുറച്ചും കൂടെ ഒരു പീരീഡ് സിനിമയാണ്. അപ്പൊ അതിനോട് യോജിച്ച് നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാന്താരയായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ അറിയില്ല. ഒരാൾ ഇവിടെ മിണ്ടാതെ എല്ലാം ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ആളോട് എനിക്ക് അറിയില്ല. ഇപ്പൊ ഈ മുരളീധരന്റെ റൈറ്റിംഗില് പല ഇപ്പൊ പൊളിറ്റിക്കൽ റൈറ്റിംഗ് ഒരു മിക്സ് വരാൻ നേരത്ത് പലരെയും അത് കൊള്ളിപ്പിക്കാറും പലർക്കും അത് അസ്വസ്ഥത ഉണ്ടാകാത്ത തരത്തിലുള്ള റൈറ്റിംഗ് ആയിരിക്കും. അപ്പം അനന്തൻ കാട്ടിലേക്ക് വരുമ്പത്തേനും അങ്ങനെ പല ഒരു വിഭാഗത്തിനെ കൊള്ളിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ കുലുങ്ങും, അല്ലെങ്കിൽ അവരുടെ മനസ്സൊന്ന് കുലുങ്ങാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ വല്ലതും വിചാരിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇതെന്ത് എനിക്ക് അറിഞ്ഞു. പരത്തനൂന് 2 പ്രാവശ്യം സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കായിരുന്നു. അല്ല അങ്ങനെ എനിക്കത് അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ഞാൻ പറയാം, നമ്മള് ജീവിക്കുന്നത് ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു കൺട്രിയിലാണല്ലോ. നമുക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ഇപ്പം എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല കെന്നയുടെ അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല ദേവിൻ്റെ അഭിപ്രായം എന്ന് വെച്ചിട്ട് ഞാനോ കെന്നയോ ദേവോ ഒന്നും ഇവിടെ ജീവിക്കാൻ ഓക്കെ അല്ലാത്ത ആൾക്കാരാണെന്നുള്ളതില്ല. അപ്പം എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരിക്കും. അവരവരുടെ അഭിപ്രായം ചിലരത് പറയുന്നതായിരിക്കാം, ചിലർക്ക് എഴുതുന്നതായിരിക്കാം സുഖം, ചിലർക്ക് അത് പറയാനായിരിക്കാം പറ്റുക. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടെങ്കിലേ നമുക്ക് ഈ സമൂഹത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. എതിരഭിപ്രായം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും അത് നല്ലതാണ്. കാരണം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു പോയിന്റ് വരില്ലേ? അങ്ങനെയല്ല, എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ അത് കുറേ കൂടെ ആൾക്കാരിലേക്ക് എത്തും. അങ്ങനെ അപ്പം കുറെ കൂടെ ആൾക്കാർക്ക് അതിനകത്തൊരു അഭിപ്രായം ഉണ്ടായി വരും. ചിലപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ല എന്ന് വിചാരിക്കുക, ചിലപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരിക്കലും അഭിപ്രായം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റിനെ പറ്റി നമുക്ക് അറിയില്ല. സോ സ്വാഭാവികമായിട്ടും അങ്ങനെ ചർച്ചകൾ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയും വരിക. അപ്പൊ അങ്ങനെ ഇന്ന വിഭാഗം എന്നുള്ളതൊന്നുമല്ല, ചർച്ചകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിപ്പോ ഒരു സിനിമയിലൂടെ ആകുമ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മീഡിയ ആകുമ്പോൾ അത് കൂടുതൽ ഉണ്ടായി വരണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ബേസിക്കലി നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദ മൊമെന്റ് ഞങ്ങൾക്ക് 3 പേർക്ക് ഒരേ അഭിപ്രായമാണെങ്കിൽ ഈ 3 പേരെ പ്രസക്തിയിൽ ഒരാൾ മതിയല്ലോ. ഞങ്ങൾക്ക് 3 പേർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉള്ളപ്പോഴാണ് 3 വ്യക്തികളും 3 ഐഡിയാസും വരുന്നത്. ദ മൊമെന്റ് നമ്മുടെ ഈ റൂമിലേക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ എനിക്കറിയില്ല, അതൊരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരിക്കും. അപ്പോഴേ കുറച്ചും കൂടെ നമുക്കും ചിന്തിക്കാൻ പറ്റുള്ളൂ ഡിഫറെന്റ് ഒപ്പീനിയൻസ് വരുമ്പോൾ. അപ്പം ഇപ്പൊ കുറച്ചധികം നേരമായല്ലേ നമുക്ക് ഭക്ഷണമെല്ലാം കഴിക്കാറായി. അതിന്റെ ടയർനെസ് ഇവരുടെ 3 പേരുടെ ഫേസില് നല്ലോണം കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇനി ഇതില് വലിച്ചു കിട്ടി നിങ്ങളെ ഒരുപാട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് 25th. കാരണം ഭയങ്കര പ്രൊമസിങ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സും പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വർക്ക് ചെയ്തേക്കുന്നവര് എല്ലാരും നമുക്ക് ആ ഒരു ഹൈപ്പ് തരുന്നവര് തന്നെയാണ്. അപ്പൊ വിടട്ടെ, സന്തോഷായോ? താങ്ക് യു. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളി ആവട്ടെ നിങ്ങളുടെ 3 പേരുടെ ലൈഫ്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു.